പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസിലെ 3ാമത്തെ ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻ്റ് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്? The term business environment means the sum total of all individuals, institutions and other forces that are outside the control of a business enterprise but that may affect its performance. ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതും എന്നാൽ ബിസിനസ്സിന് നിയന്ത്രിക്കാൻ കഴിയാതെ ബിസിനസ്സിന് വെളിയിലുള്ള ശക്തികളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ചേർത്ത് പറയുന്നതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള വാക്ക്. എന്തൊക്കെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് പ്രത്യേകതകൾ എന്ന് നമുക്ക് വിശദമായിട്ട് കാണാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്? ഫസ്റ്റ്ലി, ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ തിങ്സ് എക്സ്റ്റേണൽ ടു ബിസിനസ് ഫേംസ്. അപ്പോൾ ഒരു ബിസിനസ്സിന് വെളിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾച്ചേരുന്നതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ എക്സ്റ്റേണൽ ഫോഴ്സസ് ദാറ്റ് അഫക്റ്റ് ദ ബിസിനസ്. ബിസിനസ്സിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന എന്നാൽ ബിസിനസ്സിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ബിസിനസ്സിന് വെളിയിലുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും ഉൾച്ചേരുന്നതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. Thus we may say that if we subtract a business organization from the universe, that remainder is its environment. രസകരമായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ആ ബിസിനസ് സ്ഥാപനത്തെ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ബാക്കി എല്ലാ ഘടകങ്ങളും ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമാണ്. രണ്ടാമതായി, സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്. ബിസിനസ് എൻവയോൺമെൻറ്റിൽ സ്പെസിഫിക് ഫോഴ്സസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ജനറൽ ഫോഴ്സസ് ഉണ്ട്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്. സ്പെസിഫിക് ഫോഴ്സസ് ഇൻക്ലൂഡ് ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റേറ്റേഴ്സ്, സപ്ലയേഴ്സ് എക്സെട്ര. അപ്പോൾ ഇത്തരത്തിൽ ബിസിനസ്സുമായിട്ട് അടുത്ത് ഇടപഴകുന്ന അല്ലെ ബിസിനസ്സുമായിട്ട് നിരന്തരം ഇടപാടുകൾ നടത്തുന്ന ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റേറ്റേഴ്സ്, സപ്ലയേഴ്സ് തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് സ്പെസിഫിക് ഫോഴ്സസ്. എന്നാൽ ജനറൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ബിസിനസ്സിന് വെളിയിലുള്ള എന്നാൽ ബിസിനസ്സിന് ഒട്ടും സ്വാധീനിക്കാൻ കഴിയാത്ത ജനറൽ ഫാക്ടേഴ്സാണ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഏറ്റവും ബാഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഘടകങ്ങളാണവ. ഉദാഹരണമായി വേരിയസ് ഇക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ് ആൻഡ് ഓൾസോ ദ ടെക്നോളജിക്കൽ കണ്ടീഷൻസ് ഇൻഫ്ലുവൻസിങ് ദ ബിസിനസ്. ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, നിയമ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഈ ജനറൽ ഫോഴ്സസ്. മൂന്നാമതായി, ഇന്റർ റിലേറ്റഡ്നെസ്. ബിസിനസ് എൻവയോൺമെൻറ്റിലെ വിവിധ ഘടകങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ്. ദാറ്റ് ഇന്റർ റിലേറ്റഡ്നെസ് ഈസ് അനദർ ഫീച്ചർ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. Different elements or parts of business environment are closely interrelated. Economic environmentum, social environmentum connected ആണ്. അതുപോലെ ലീഗൽ എൻവയോൺമെൻറ്റും പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റും കണക്റ്റഡ് ആണ്. ഈ തരത്തിൽ ബിസിനസ്സിനെ ബാധിക്കുന്ന വിവിധ പരിസ്ഥിതി ഘടകങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. നാലാമതായി, ഡൈനാമിക് നേച്ചർ. Business environment is dynamic as it keeps on changing frequently. Such changes may take place on account of technological innovations, shift in consumer preferences or new competition in the market. ഇത്തരത്തിൽ വിവിധ ഘടകങ്ങൾ ബിസിനസ്സിനെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്.
അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ അടിക്കടി മാറ്റങ്ങൾക്ക് വിധേയമാണ്, അല്ലെങ്കിൽ ദൈനംദിന മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. സോ ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് അൺസർട്ടനിറ്റി. Business environment is largely uncertain as it is very difficult to predict future events. Forecasting is impossible, especially when environment changes are taking place too frequently, as in case of information technology or fashion industries. Uncertainty ബിസിനസ് എൻവയോൺമെൻറ്റ് ഏറ്റവും പ്രധാന ഒരു പ്രത്യേകതയാണ്. കാരണം ബിസിനസ് മേഖലയിൽ എന്താണ് അടുത്ത മാറ്റം എന്നുള്ളത് പ്രവചിക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ വിഷകരമായ കാര്യമാണ്. കാരണം അടിക്കടി മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബിസിനസ് ഫീൽഡിൽ. പ്രത്യേകിച്ചും ഇൻഫർമേഷൻ ടെക്നോളജിയിലും ഫാഷൻ ഇൻഡസ്ട്രീസിലുമൊക്കെ അടിക്കടി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു അൺസർട്ടനിറ്റി ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ആറാമതായി കോംപ്ലക്സിറ്റിയാണ്, അതിൻ്റെ സങ്കീർണതയാണ്. എൻവയോൺമെൻറ്റ് ഈസ് എ കോംപ്ലക്സ് ഫിനോമിനൻ ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ഇൻ പാർട്സ് ബട്ട് ഡിഫിക്കൽട്ട് ടു ഗ്രാസ്പ് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാതെ എളുപ്പമല്ല. ഓരോ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിനെയും മനസ്സിലാക്കുക എന്ന് പറയുന്നത് എളുപ്പമാണെങ്കിൽ തന്നെയും ബിസിനസ് എൻവയോൺമെൻറ്റിനെ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്ര സങ്കീർണമാണ്. അനവധി ഘടകങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം അനവധി ഘടകങ്ങളുടെ സങ്കീർണത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏഴാമതായി റിലേറ്റിവിറ്റി. Business environment is a relative concept since it differs from country to country and even region to region. ബിസിനസ് എൻവയോൺമെൻറ്റ് സാഹചര്യബന്ധിതമാണ്, റിലേറ്റീവ് ആണ്. ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾ ആ ബിസിനസ് എൻവയോൺമെൻറ്റിലും വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബിസിനസ് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില പദങ്ങൾ പരിചയപ്പെടുകയാണ്. ആദ്യമായിട്ട് എൻവയോൺമെൻറ്റൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. Environmental analysis means identifying the changes in the various specific and general environment factors influencing a business. It is related with the gathering of information from an organization's operating and external environments. പരിസ്ഥിതി ഘടകങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന പരിസ്ഥിതി ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ അനാലിസിസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പരിസ്ഥിതി ഘടകങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. നമ്മുടെ ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന എന്തൊക്കെ പരിസ്ഥിതി ഘടകങ്ങളിലാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പരിസ്ഥിതി ഘടകങ്ങളുണ്ടായ മാറ്റങ്ങളാണ് നമ്മുടെ ബിസിനസ്സിനെ നേരിട്ട് സ്വാധീനിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന പരിസ്ഥിതി ഘടകങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ അനാലിസിസിൽ നിന്നും അർത്ഥമാക്കുന്നത്. രണ്ടാമതായി എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്താണ്? എൻവയോൺമെൻറ്റൽ സ്കാനിങ് മീൻസ് കെയർഫുള്ളി മോണിറ്ററിങ് the various factors of the environment to identify future threats and opportunities. അപ്പോൾ ബിസിനസ് സാഹചര്യങ്ങളുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് എന്തൊക്കെ അവസരങ്ങൾ, പുതിയ അവസരങ്ങൾ നൽകുന്നുണ്ട്, അതോടൊപ്പം നമുക്ക് എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ചിന്തയാണ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ പരിസ്ഥിതി ഘടകങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അങ്ങനെ മോണിറ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ പുതിയ ബിസിനസ് അവസരങ്ങളാണ് ലഭിക്കുന്നത്, അതോടൊപ്പം നമുക്ക് എന്തൊക്കെ പുതിയ വെല്ലുവിളികൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ഇവിടെ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിലൂടെ ചെയ്യുന്നത്. പുതിയ അവസരങ്ങളും ഉണ്ടാകുന്ന വെല്ലുവിളികളും മനസ്സിലാക്കി ആ രീതിയിൽ ബിസിനസ് സാഹചര്യങ്ങളെ മോണിറ്റർ ചെയ്യലാണ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്. The purpose of this process of environmental scanning is to provide
the entrepreneur with a roadmap to the changes likely to happen in the future. അപ്പോൾ മാറി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു ഉൾക്കാഴ്ച നൽകുന്നത് എൻവയോൺമെൻറ്റൽ സ്കാനിംഗ് ആണ്. മൂന്നാമതായി എൻവയോൺമെൻറ്റൽ അഡാപ്റ്റേഷൻ. Environmental adaptation means making changes in the organization in accordance with the environmental changes. It is related with the formulation of plans and policies to adopt changes to face the coming opportunities and threats. ബിസിനസ് സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവയ്ക്ക് അനുസരണമായി ബിസിനസ്സിൽ മാറ്റം വരുത്തലാണ് എൻവയോൺമെൻറ്റൽ അഡാപ്റ്റേഷൻ, അനുരൂപീകരണം. പുറത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ്സിൽ ആ മാറ്റങ്ങളെ ഉൾപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തലാണ് എൻവയോൺമെൻറ്റൽ അഡാപ്റ്റേഷൻ. ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പുതിയ അവസരങ്ങളും ഒരുപാട് ഭീഷണികളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾക്കനുസരണമായി ബിസിനസ്സിൽ മാറ്റം വരുത്തുന്നതാണ് എൻവയോൺമെൻറ്റൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ് എന്നിനെ നമുക്ക് ചർച്ച ചെയ്യാം. അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് എനേബിൾസ് ദ ഫേം ടു ഐഡൻറ്റിഫൈ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. ബിസിനസ്സിന് പുതിയ അവസരങ്ങൾ കണ്ടെത്തുന്നതിന് സഹായിക്കുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള പഠനമാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ മാറുന്ന സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ പുതിയ അവസരങ്ങൾ എന്തൊക്കെയാണ് ബിസിനസ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി, ഇറ്റ് ഹെൽപ്സ് ദ ഫേം ടു ഐഡൻറ്റിഫൈ എമർജിങ് ത്രെറ്റ്സ്. എന്തൊക്കെയാണ് ബിസിനസ്സിന് സമീപഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭീഷണികൾ, എന്തൊക്കെ വെല്ലുവിളികൾ നാം നേരിടേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കാൻ ബിസിനസ് എൻവയോൺമെൻറ്റ് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ബിസൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ്, എൻവയോൺമെൻറ്റ് ഹാപ്പൻസ് ടു ബി ദ സോഴ്സ് ഓഫ് മെനി ത്രെഡ്സ് ഓർ ചാലഞ്ചസ്. Environmental awareness can help managers to identify various threats on time and serve as an early warning signal. And thirdly, it helps in tapping useful resources. Environment acts as a source of inputs of resources, as an outlet of outputs. Optimum utilization of these resources can be done better by understanding what the environment has to offer. അപ്പോൾ എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ലഭ്യമായ റിസോഴ്സസ് ഏതൊക്കെയാണെന്നും ആ റിസോഴ്സസ് എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ബിസിനസ് എൻവയോൺമെൻറ്റ് ഹെൽപ്സ് ഇൻ ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്. ആൻഡ് ഫോർത്തലി, ഇറ്റ് ഹെൽപ്സ് ഇൻ കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. മാറ്റങ്ങളെ മനസ്സിലാക്കി ആ മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റാണ്. ടുഡേസ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻക്രീസിംഗ്ലി ഡൈനാമിക്, where changes are taking place rapidly. In order to effectively cope up with these significant changes, managers must understand and examine the environment and develop a suitable course of action. And fifthly, business environment helps in assisting planning and policy. പ്ലാനിങ്ങിലെയും പോളിസി ഫോർമുലേഷനെയും ഏറെ സഹായിക്കുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് മനസ്സിലാക്കുന്നതിലൂടെയാണ്. Since environment is a source of both opportunities and threats for business enterprises, its understanding and analysis can be the basis for planning and policy making. And sixthly, it helps in improving performance. ബിസിനസ്സിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ എപ്പോഴും ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കണം. ബിസിനസ് എൻ്റർപ്രൈസസ് മസ്റ്റ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ദർ എൻവയോൺമെൻറ്റ് and adopt suitable business practices. Adaptation not only improve their
present performance, but also continue to succeed in the market for a longer period. Then next about the various dimensions of business environment. പരിസ്ഥിതി ഘടകങ്ങളുടെ പഠന സൗകര്യാർത്ഥം നമ്മൾ 5 മേഖലകളായിട്ടാണ് തിരിക്കുന്നത്. They are called the dimensions of business environment. ഈ 5 മേഖലകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ്. ബിസിനസ്സിൻ്റെ ജനറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ പഠന സൗകര്യാർത്ഥമാണ് നമ്മൾ ഇത്തരം 5 മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇതിലാദ്യമായിട്ട് നമുക്ക് ഇക്കണോമിക് എൻവയോൺമെൻറ്റിനെ കുറിച്ച് നോക്കാം. ഇക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇൻഫ്ലേഷൻ റേറ്റ്സ്, പെർ ക്യാപിറ്റ ഇൻകം, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ്, സ്റ്റോക്ക് മാർക്കറ്റ് സൂചികകൾ, ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് ദ ഗവൺമെൻറ്, foreign exchange rates, value of rupee, etc. are examples of economic factors that affect business enterprises. ബിസിനസ് സ്ഥാപനങ്ങളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇക്കണോമിക് എൻവയോൺമെൻ്റ് ആണ് ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രമുഖ ഘടകമെന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റുകൾ, നാണയപ്പെരുപ്പം, ആളോഹരി വരുമാനം, സ്റ്റോക്ക് മാർക്കറ്റ് സൂചികകൾ, ഗവൺമെൻറ് വ്യവസായ നയം, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റുകൾ, രൂപയുടെ മൂല്യം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഭാഗമായിട്ട്. രണ്ടാമതായി സോഷ്യൽ എൻവയോൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. The social environment of business include social forces, various social forces like customs and traditions of the people, demographic features, ജനസംഖ്യാപരമായ പ്രത്യേകതകൾ, ഉദാഹരണമായിട്ട് ലൈഫ് എക്സ്പെക്റ്റൻസി, ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ്, പോപ്പുലേഷൻ ഷിഫ്റ്റ്, എക്സെട്ര. ആൻഡ് ഓൾസോ റിലീജിയസ് ബിലീഫ്സ്, ജനങ്ങളുടെ മതപരമായ വിശ്വാസങ്ങൾ, എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് ലിറ്ററസി റേറ്റ്സ്, സാക്ഷരതാ നിരക്ക് പോലുള്ള കാര്യങ്ങൾ, കൺസംഷൻ ഹാബിറ്റ്സ്. Such all social elements also affect business enterprises. Thirdly, technological environment. Technological environment includes forces relating to scientific improvements and innovations which provide new ways of producing goods and services and new methods and techniques of operating a business. സാങ്കേതികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ബിസിനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഫ്രം വാക്വം ട്യൂബ്സ് ടു ട്രാൻസിസ്റ്റേഴ്സ്, ഫ്രം സ്റ്റീം ലോക്കോമോട്ടീവ്സ് ടു ഡീസൽ ആൻഡ് ഇലക്ട്രിക് എൻജിൻസ്, ഫ്രം ഫൗണ്ടൻ പെൻസ് ടു ബോൾ പോയിന്റ് പെൻസ്, ഫ്രം പ്രൊപ്പല്ലർ എയറോപ്ലെയിൻസ് ടു ജെറ്റ്, ആൻഡ് ഫ്രം ടൈപ്പ്റൈറ്റർ ടു കമ്പ്യൂട്ടർ ബേസ്ഡ് വേർഡ് പ്രോസസ്സേഴ്സ്, ഫ്രം ലാൻഡ് ഫോൺ ടു മൊബൈൽ ഫോൺസ്. All these changes or technological changes have all been responsible and creating new business. അങ്ങനെ ഒരുപാട് സാങ്കേതിക മാറ്റങ്ങൾ ബിസിനസ്സിൽ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. നാലാമതായി പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് such as stability of government, prevailing political system, ideologies and values of ruling political parties, government intervention in business, relationship of our country with foreign countries, etc. ഇങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ബിസിനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ്, ഗവൺമെൻറ് സ്ഥിരത, പ്രിവൈലിംഗ് പൊളിറ്റിക്കൽ സിസ്റ്റം, ഐഡിയോളജീസ് ആൻഡ് വാല്യൂസ് ഓഫ് റൂളിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഭരണകക്ഷിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ബിസിനസ്, ബിസിനസ്സിൻ്റെ നടത്തിപ്പിൽ എത്രമാത്രം ഗവൺമെൻറ് ഇടപെടൽ നടക്കുന്നുണ്ട്, റിലേഷൻഷിപ്പ് ഓഫ് അവർ കൺട്രി വിത്ത് ഫോറിൻ കൺട്രീസ്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇത്തരത്തിലുള്ള ഒരുപാട് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ബിസിനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്.
അവസാനമായി ലീഗൽ എൻവയോൺമെൻറ്റ്, നിയമപരിസ്ഥിതി. ലീഗൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് ലെജിസ്ലേഷൻസ് പാസ്ഡ് ബൈ ദ ഗവൺമെൻറ്, administrative orders issued by government authorities and also court judgments. ഗവൺമെൻറ് കാലാകാലങ്ങളിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ പഴയ നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിക്കാൻ ഒരു ബിസിനസ് സ്ഥാപനം ബാധ്യസ്ഥമാണ്. അപ്പം നിയമത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ബിസിനസ്സിനെ ഏറെ സ്വാധീനിക്കുന്നുണ്ട്. ബിസിനസ്സിനെ ഏറെ സ്വാധീനിക്കുന്ന ഒരുപാട് നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഉദാഹരണമായി കമ്പനീസ് ആക്ട് 2013, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻസ് ആക്ട് 1951, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്സ് കൺട്രോൾ ആക്ട്, ഫാക്ടറീസ് ആക്ട്, ട്രേഡ് യൂണിയൻസ് ആക്ട്, വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങളെ ബാധിക്കുന്നത് ഉണ്ട്. പുതിയ വ്യവസായ നയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് ചർച്ച ചെയ്യാം. പില്ലേഴ്സ് ഓഫ് ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി. 1991 പുതിയ വ്യവസായ നയത്തിൽ ഒരുപാട് പുതുമകൾ നമുക്ക് ദർശിക്കാൻ കഴിയും. പുതിയ വ്യവസായ നയത്തിൻ്റെ ഏറ്റവും 3 പ്രധാനപ്പെട്ട പില്ലേഴ്സിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. The economic reforms that were introduced were aimed at liberalizing the Indian business and industry from all unnecessary controls and restrictions. They signaled the end of license permit quota system. പണ്ടുണ്ടായിരുന്നത് ലൈസൻസ് പെർമിറ്റ് കോട്ട, LPQ, LPGക്ക് പകരം LPQ ആയിരുന്നു ഉണ്ടായിരുന്നത്, ലൈസൻസ് പെർമിറ്റ് കോട്ട. വ്യവസായങ്ങൾക്കെല്ലാം ലൈസൻസ് ആവശ്യമുണ്ട്, പെർമിറ്റ് ആവശ്യമുണ്ട്. ഇമ്പോർട്ടിന് കോട്ട സിസ്റ്റം ഉണ്ടായിരുന്നു, ലൈസൻസ് പെർമിറ്റ് കോട്ട സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാത്തരം നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു വ്യവസായ നയമായിരുന്നു. എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ? Liberalization of the Indian industry has taken place with respect to the following: abolishing licensing requirements in most of the industries except a short list. വളരെ ചുരുക്കം വ്യവസായങ്ങൾക്കൊഴികെ ലൈസൻസിങ് എടുത്തു കളഞ്ഞു. Freedom in deciding the scale of business activities. Removal of restrictions on the movement of goods and services. Freedom in fixing the price of goods and services. വില നിയന്ത്രണം എടുത്തു കളഞ്ഞു. ഉൽപാദകർക്ക് വില നിശ്ചയിക്കാമെന്നുള്ള സാഹചര്യം വന്നു. റിഡക്ഷൻ ടാക്സ് റേറ്റ്സ് ആൻഡ് ലിഫ്റ്റിംഗ് ഓഫ് അൺനെസസറി കൺട്രോൾസ് ഓവർ ദ എക്കണോമി. സിംപ്ലിഫൈങ് പ്രൊസീജിയേഴ്സ് ഫോർ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ്, മേക്കിംഗ് it easier to attract foreign capital and technology in India. വിദേശ മൂലധനവും വിദേശ സാങ്കേതിക വിദ്യയും നമ്മൾ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഉദാരവൽക്കരണത്തിൻ്റെ പരിണിത ഫലങ്ങളാണ്. രണ്ടാമതായി പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. The new set of economic reforms aimed at giving greater role to the private sector in the national building process and reducing role to the public sector. പബ്ലിക് സെക്ടറിൻ്റെ റോള് കുറച്ചുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമീപനമാണ്, ഒരു നയമാണ് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. To achieve this, the government adopted the policy of planned disinvestment in the public sector. ഇതിൻ്റെ ഭാഗമായി പൊതുമേഖലയിൽ ഓഹരി വിറ്റഴിക്കൽ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രാവർത്തികമാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിറ്റു തുടങ്ങി. The term disinvestment used here means transfer in the public sector enterprise to the private sector. ഒന്നാമത്തെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ പില്ലറാണ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. Globalization means the integration of the various economies of the world. ആഗോളവൽക്കരണം എന്ന് പറയുന്നത്
വേൾഡ് മാർക്കറ്റുകളെയൊക്കെ സംയോജിപ്പിക്കലാണ്. This leading towards the emergence of a open global economy. നമ്മൾ പഴയ കാലത്ത് ക്ലോസ്ഡ് ഇക്കണോമി ഫോളോ ചെയ്തവരായിരുന്നു. വിദേശ ബിസിനസ് സ്ഥാപനങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചിരുന്നില്ല. എന്നാൽ ഇന്ത്യൻ ഇക്കണോമി ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഓപ്പണാക്കി. Globalization involves an increased level of interaction and interdependence among the various nations of the global economy. So the physical, geographical gap or political boundaries no longer remain barriers for the business enterprises to serve a customer in a distant geographical market. ഇപ്പോൾ ലോകത്തുള്ള ഏത് വിപണിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായത് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. LPG, liberalization, privatization and globalization is the new order of the business world. അത് ഇന്ത്യയും പിന്തുടരുന്നു. ഇന്ത്യയുടെ വ്യവസായ നയത്തിലുണ്ടായ ഈ പുതിയ മാറ്റം ബിസിനസ് സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കേറെ സഹായകമായിട്ടുണ്ട്. വ്യവസായ നയത്തിലുണ്ടായ ഈ മാറ്റങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ഡിമോണിറ്റൈസേഷൻ എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോട്ട് നിരോധനം നമുക്ക് ഏവർക്കും പരിചിതമായൊരു വാക്കാണ്. ഡിമോണിറ്റൈസേഷൻ അഥവാ നോട്ട് നിരോധനം. The government of India made an announcement on November 8, 2016 with profound implications for the Indian economy. നോട്ട് നിരോധനം നമുക്ക് ഏവർക്കും ഓർമ്മയുള്ളതാണ്. 2016 നവംബർ 8 കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത്. ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ ഇക്കണോമിയിൽ അതുണ്ടാക്കി. നോട്ട് നിരോധനത്തിൽ 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ ഡിമോണിറ്റൈസ് ചെയ്തു. ആ നോട്ടുകൾ നിരോധിച്ചു സർക്കുലേഷനിൽ നിന്ന്. The people of India had to deposit the invalid currency in the banks, which came along with the restrictions placed on cash withdrawals. അപ്പോൾ ഈ കറൻസികൾ ബാങ്കിലേക്ക് സറണ്ടർ ചെയ്യേണ്ടി വന്നു. കാരണം 500,000 നോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അവ ബാങ്കുകളിൽ സറണ്ടർ ചെയ്യേണ്ട സാഹചര്യം വന്നു. അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുന്നതിനൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നു. The aim of demonetization was to curb corruption, counterfeiting the use of high denomination notes for illegal activities and prevent generation of black money. ഇതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. അഴിമതി പരമാവധി തടയുക, അതോടൊപ്പം തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കള്ളനോട്ടുകൾ ഉപയോഗിക്കുന്ന രീതികൾ ഒഴിവാക്കുക, ബ്ലാക്ക് മണി പരമാവധി അല്ലെങ്കിൽ കള്ളപ്പണം പരമാവധി വെളിച്ചത്ത് കൊണ്ടുവരിക. ഇതൊക്കെയായിരുന്നു ഡിമോണിറ്റൈസേഷൻ്റെ നോട്ട് നിരോധനത്തിൻ്റെ പ്രമുഖ ലക്ഷ്യങ്ങൾ. അതോടൊപ്പം തന്നെ ഡിമോണിറ്റൈസേഷൻ എയിംഡ് ടു ക്രിയേറ്റ് എ ക്യാഷ്ലെസ് ഓർ ക്യാഷ് ലൈറ്റ് ഇക്കണോമി. കറൻസി നോട്ട് രഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ക്യാഷ്ലെസ് ഇക്കണോമിയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്ന നിലയിലാണ് ഡിമോണിറ്റൈസേഷനെ നമ്മൾ കാണേണ്ടത്. ഡിമോണിറ്റൈസേഷൻ ഇന്ത്യൻ ബിസിനസ് ഫീൽഡിൽ ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവസാനമായി ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. പുതിയ വ്യവസായ നയത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് പോളിസിയിൽ വന്ന മാറ്റങ്ങൾക്കനുസരണമായിട്ട് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ബിസിനസ് വ്യവസായ മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവ എന്തൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാം. The Indian corporate sector has come across with several challenges due to government policy changes. ഗവൺമെൻറ്റിൻ്റെ വ്യവസായ നയത്തിനുണ്ടായ കാതലായ മാറ്റങ്ങൾ പ്രത്യേകിച്ചും കോർപ്പറേറ്റ് മേഖലയിൽ ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇൻക്രീസിങ് കോമ്പറ്റീഷൻ. മത്സരം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ദ റൂൾസ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ആൻഡ് എൻട്രി ഓഫ് ഫോറിൻ ഫേംസ്, കോമ്പറ്റീഷൻ ഫോർ ഇന്ത്യൻ ഫേംസ് ഹാസ് ഇൻക്രീസ്ഡ്.
ഇന്ത്യൻ വ്യവസായ മേഖലയിൽ കടുത്ത മത്സരമുണ്ടായി. കാരണം ഫോറിൻ പ്ലെയേഴ്സ്, ഇഷ്ടംപോലെ വിദേശ കമ്പനികൾ ഇന്ത്യയിൽ ബിസിനസ് ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ലൈസൻസിങ് രീതികളൊക്കെ എടുത്തു കളഞ്ഞവർ കൂടിയിട്ട് ഒരുപാട് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു. അതുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് ഒരുപാട് കടുത്ത മത്സരത്തെ നേരിടേണ്ടി വന്നു. രണ്ടാമതായി മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ അവയർനെസ് വർദ്ധിച്ചതോടുകൂടി കസ്റ്റമേഴ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് ഗിവ്സ് ദ customers wider choice in purchasing better quality of goods and services. Thirdly, rapidly changing technological environment. ടെക്നോളജിയിൽ അടിക്കടി മാറ്റങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് സ്മോളർ ഫേമുകൾക്ക് പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടായി. അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യ അവർക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞില്ല. So rapidly changing technological environment is also an impact of the government policy. New technologies make it possible to improve missions, process, products and services. The rapidly changing technological environment creates tough challenges before smaller firms. And fourthly, necessity for change. ബിസിനസ്സുകൾക്ക് പഴഞ്ചനായിട്ട് തുടരാൻ കഴിയാത്ത സാഹചര്യം, മാറ്റങ്ങൾ നിർബന്ധമായിട്ടും അനിവാര്യമായിട്ടും നടപ്പിലാക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു. ആഫ്റ്റർ 1991, the market forces have become prevalent, as a result of which the enterprises have to continuously modify their operations. And next one is need for developing human resources. ജീവനക്കാർക്ക് പുതിയ സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് പരിശീലനം നൽകേണ്ട സാഹചര്യം വന്നു. The new market conditions require people with higher competence and greater commitment. Hence, the need for developing human resources. Next one is market orientation. In a fast-changing world, there is a shift to market orientation in as much as the firms have to study and analyze the market first and produce goods accordingly. ഇപ്പോൾ മാർക്കറ്റ് റിസർച്ച് പോലുള്ള കാര്യങ്ങൾ മുന്നോടിയായിട്ട്, ഉൽപ്പാദനത്തിന് മുന്നോടിയായിട്ട് നടത്തേണ്ടി വരുന്നു. മാർക്കറ്റിനെ ലക്ഷ്യമായിട്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം സംജാതമായി. ലാസ്റ്റ്ലി, ലോസ് ഓഫ് ബജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ. പൊതുമേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത, അല്ലെങ്കിൽ പുതിയ ഗവൺമെൻറ് നയത്തിൻ്റെ ഇമ്പാക്റ്റ്. Thank you for watching this video.